ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുന്തൻ സ്റ്റോൺ കമ്മൽ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും ഓരോന്നിൻ്റെയും ഉപയോഗം എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. കമ്മലിൻ്റെ ബേസ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റാണിത്. അടുത്തതായിട്ട് നമുക്ക് കുന്തൻ സ്റ്റോണാണ് ആവശ്യമായിട്ടുള്ളത്. കമ്മലിൻ്റെ ഭംഗി നൽകുന്ന പ്രധാനപ്പെട്ട സ്റ്റോണുകളാണിത്. പല നിറത്തിലും പല ഷേപ്പിലും ഇവ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് B7000 ഗ്ലൂ ആണ് ആവശ്യമായിട്ടുള്ളത്. സ്റ്റോണുകളും മറ്റ് ഭാഗങ്ങളും നല്ല ഉറപ്പോടെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂ ആണിത്. അടുത്തത് ഇയറിംഗ് സ്റ്റഡ് ബാക്കാണ്. കമ്മലിന് പിന്നിലെ മെറ്റൽ ഭാഗമാണിത്. ഇതിലേക്കാണ് നമ്മൾ ഡിസൈൻ ഒട്ടിക്കേണ്ടത്. ഇനി നമുക്ക് ഐപിൻ ആണ് വേണ്ടത്. ബീഡ്സും ഹാങ്ങിങ്സും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പിന്നാണിത്. അടുത്തത് ചെയിൻ സ്റ്റഡാണ്. കമ്മലിന് ചെയിൻ ചേർത്ത് ഹാങ്ങിങ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇയറിംഗ് ബാക്ക് സ്റ്റോപ്പറാണ്. കമ്മൽ ചെവിയിൽ നിന്ന് ഊരി പോകാതിരിക്കാൻ പിന്നിലിടുന്ന സ്റ്റോപ്പറാണിത്. അടുത്തത് ബ്രൗൺ പേപ്പറാണ്. കമ്മലിൻ്റെ പുറകുവശം വൃത്തിയായി ഫിനിഷ് ചെയ്യാനും ഗ്ലൂ മറയ്ക്കാനും വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ടൂൾസാണ്. ആദ്യമായി റൗണ്ട് നോസ് പ്ലെയർ ആണ്. വയർ വളച്ച് ചെറിയ ലൂപ്പുകൾ ഉണ്ടാക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ചെയിൻ നോസ് പ്ലെയർ ആണ്. ചെറിയ മെറ്റൽ ഭാഗങ്ങൾ പിടിക്കാനും വളയ്ക്കാനും ഒക്കെ ആയിട്ടാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി വയർ കട്ടറാണ്. വയറും ഐപിന്നും ആവശ്യമായ വലുപ്പത്തിൽ മുറിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് നമുക്ക് ത്രെഡ് കട്ടറാണ് വരുന്നത്. സ്റ്റോൺ ഒട്ടിച്ച ഭാഗം വൃത്തിയായി കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ഹാങ്ങിങ് ബീഡ്സ് ആണ്. കമ്മലിൻ്റെ താഴ്വശത്തായിട്ട് ഹാങ്ങിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബീഡ്സ് ആണിത്. ഇത് നമുക്ക് കമ്മലിന് കൂടുതൽ ഭംഗി നൽകുന്നു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പം പുതിയ ഹാൻഡ് ക്രാഫ്റ്റ് വീഡിയോ മിസ്സാകാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.